ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഒക്ടോബർ 22, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഏതൊരു പരീക്ഷയിലും അവിടെ നല്ലൊരു മത്സരമുണ്ട്. ആ മത്സരത്തിൽ വിജയിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കഴിവ്. എന്നാൽ അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചാൽ മാത്രം മതി. നമ്മൾ എന്നും സമയം കണ്ടെത്തിക്കൊണ്ട് നമ്മളെ പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. 6 ഹെഡിങ്സ് ആയിട്ട് 24 പോയിന്റ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സിൽ ഉള്ളത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. MOCA സെലിബ്രേറ്റ്സ് 9th ഉഡാൻ ആനിവേഴ്സറി. MOC മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ 9ാമത്തെ ഉഡാൻ ആനിവേഴ്സറി ആഘോഷിക്കുന്നു. നമുക്കറിയാം ഉഡാൻ എന്താണെന്ന്. ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 9ാമത്തെ വർഷമാണ് 21 ഒക്ടോബറിന് ആഘോഷിച്ചിട്ടുള്ളത്. ഉഡാൻ എന്നാൽ ഉഡേ ദേശ് കാ ആം നാഗരിക്. പ്രാദേശികമായിട്ട് എയർപോർട്ടിന്റെ നെറ്റ്വർക്ക് വർദ്ധിപ്പിക്കുക, ഓരോ പ്രദേശങ്ങളിലും എയർപോർട്ടിന്റെ കണക്ടിവിറ്റി അത് വർദ്ധിപ്പിക്കുക എന്ന ഒരു സ്കീം ആണ് ഉഡാൻ, ഉഡേ ദേശ് കാ ആം നാഗരിക്. ഇന്നലെ 21 ഒക്ടോബറിന് 9 വർഷം തികഞ്ഞിരിക്കുന്നു. 2016 ഒക്ടോബർ 21 ഉഡാൻ ഇതിൻ്റെ ആ സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഉഡാൻ എന്നത് പ്രാദേശികമായിട്ട് ഓരോ ഏരിയയിലും അതിൻ്റെ എയർപോർട്ടിനെ കണക്ട് ചെയ്യുക, അവിടേക്കുള്ള സർവീസ് നൽകുക എന്നതാണ് ഉഡാൻ ഇതിൻ്റെ ലക്ഷ്യം. 2016 ഒക്ടോബർ 21 ആരംഭിച്ച ഉഡാൻ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് 2017 ഏപ്രിൽ 27 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അന്ന് ഉദ്ഘാടനം ചെയ്തു. ദ ഫസ്റ്റ് സർവീസ് ആയിരുന്നു ഷിംല ടു ഡൽഹി. ഷിംല ടു ഡൽഹി ആയിരുന്നു ഫസ്റ്റ് സർവീസ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 2017 ഏപ്രിൽ 27 ആരംഭിച്ച ഉഡാൻ ഇന്നിപ്പോൾ 649 റൂട്ട്സിലാണ് ഉഡാന്റെ സർവീസ്. ഉഡാൻ എന്നാൽ ഉഡേ ദേശ് കാ ആം നാഗരിക്. ഇത് പ്രാദേശികമായിട്ട് ഓരോ മേഖലയിലും നെറ്റ്വർക്ക് നടത്തുക, അതായത് എയർപോർട്ടിൻ്റെ ആ കണക്ടിവിറ്റി, അതിനുവേണ്ടി തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒന്നാണ് ഉഡാൻ എന്ന് പറയുന്ന ഉഡേ ദേശ് കാ ആം നാഗരിക്. 9 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. 4th ഏഷ്യൻ സൗത്ത് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025, 4ാമത്തെ ദക്ഷിണേഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 ആരംഭിക്കുകയാണ്. സാഫ് ഗെയിംസ് എന്നറിയപ്പെടുന്ന സൗത്ത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ആണ് ആരംഭിക്കുന്നത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 4ാമത്തെ സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത് റാഞ്ചിയിലെ മൊറാബാദിലുള്ള ബിർസ മുണ്ട ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ്. ഇന്നിപ്പോൾ നിരവധി സ്പോർട്സ് ആയി ബന്ധപ്പെട്ട കോമ്പറ്റീഷൻസ് ആണ് ബിർസ മുണ്ട ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നടക്കാറുള്ളത്. റാഞ്ചിയിലെ മൊറാബാദി എന്ന സ്ഥലത്താണ് ബിർസ മുണ്ട ഫുട്ബോൾ സ്റ്റേഡിയം. ഏതാണ്ട് 300ഓളം അത്ലറ്റ്സ് പങ്കെടുക്കാൻ പോകുന്ന 6 കൺട്രീസിൽ നിന്ന് വരുന്ന 6 രാജ്യങ്ങളിൽ നിന്നാണ് സാഫ് ഗെയിംസിലേക്ക് വരാൻ പോകുന്നത്. 4ാമത്തെ സാഫ് ഗെയിംസ് ഒക്ടോബർ 24 to 26 ആണ്. സാഫ് എന്നാൽ സൗത്ത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. സ്പോർട്സ് മേഖലയിൽ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അതിൻ്റെ ഭാഗമായിട്ടൊന്നാണ് ഖേലോ ഇന്ത്യ എന്ന് പറയുന്ന യൂത്ത്, യൂണിവേഴ്സിറ്റി, വിന്റർ ഗെയിംസ്, പാരാ ഗെയിംസ്, ബീച്ച് ഗെയിംസ്, വാട്ടർ ഗെയിംസ് എന്നിവയെല്ലാം. ഗോവ ചീഫ് മിനിസ്റ്റർ ഡോക്ടർ പ്രമോദ് സാവന്ത് ഇൻട്രൊഡ്യൂസസ് ചെസ് ഇൻ സ്കൂൾ ആൻഡ് കോളേജ് കരിക്കുലം. ഗോവ മുഖ്യമന്ത്രി ഡോക്ടർ പ്രമോദ് സാവന്ത് സ്കൂൾ കോളേജ് പാഠ്യപദ്ധതിയിൽ ചെസ് അവതരിപ്പിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ് ഗോവയിൽ നടക്കാൻ പോകുന്ന ഫിഡെ ചെസ് വേൾഡ് കപ്പ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഗോവയിൽ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുമ്പോൾ സ്കൂൾ കോളേജുകളിലെ ചെസ് എന്നത് ഒരു പാഠ്യപദ്ധതിയായിട്ട് മാറ്റിയിരിക്കുകയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ചെസ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് ഗോവയിലാണ്. ഗോവയിലെ ഇതിൻ്റെ ഭാഗമായിട്ട് ഫിഡെ ചെസ് വേൾഡ് കപ്പിന്റെ ലോഗോ, ആന്തം എന്നിവയെല്ലാം ലോഞ്ച് ചെയ്തു. ഗോവ ചീഫ് മിനിസ്റ്റർ ഡോക്ടർ പ്രമോദ് സാവന്ത് ആണ് ലോഗോയും ആന്തം അതിൻ്റെ പുറത്തിറക്കിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഗോവ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ഡോക്ടർ പ്രമോദ് സാവന്ത് ചെസ് വേൾഡ് കപ്പ് 2025 ആ ഒരു ലോഗോ, ആന്തം പുറത്തിറക്കിയിട്ടുള്ളത്. വരാൻ പോകുന്ന ഒക്ടോബർ 31 to നവംബർ 17 ആയിരിക്കുള്ളൂ ഫിഡെ ചെസ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. ഈ ടൂർണമെന്റ് 23 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആണ് വിശ്വനാഥ് ആനന്ദ്. ഇതുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ ലോഗോ ആൻഡ് ആന്തം അതിൻ്റെ ലോഞ്ചിങ് സെറമണി ആയിട്ട് ആ ഒരു ഗാനം, ഫിഡെ ചെസ് വേൾഡ് കപ്പിന്റെ ഒഫീഷ്യൽ ആന്തം, ഒഫീഷ്യൽ ആയിട്ടുള്ള ഗാനം ആലപിച്ച വ്യക്തിയാണ് പോപ്പുലർ സിംഗർ ദലേർ മെഹന്തി. പഞ്ചാബ് സ്വദേശിയായിട്ടുള്ള പഞ്ചാബി സോങ്സിന് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് ദലേർ മെഹന്തി. അദ്ദേഹമാണ് ഈ ആന്തം ആലപിച്ചിട്ടുള്ളത്. ഗോവയിലാണ് ഫിഡെ ചെസ് വേൾഡ് കപ്പ് 2025 നടക്കാൻ പോകുന്നത് ഈ വർഷം ഒക്ടോബർ 31 to നവംബർ 17. തക്കാച്ചി ഈസ് ജപ്പാൻ ഫസ്റ്റ് വുമൻ പ്രൈം മിനിസ്റ്റർ.
ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി തക്കാച്ചി. ഇതിനു മുമ്പ് കറണ്ട് അഫയേഴ്സിൽ വന്നിരുന്നു. തക്കാച്ചി ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ ആകും എന്ന് അന്ന് വാർത്തയായിരുന്നു. എന്നാൽ ഇപ്പോൾ ജപ്പാന്റെ ഫസ്റ്റ് വുമൻ പ്രൈം മിനിസ്റ്റർ ആയി സനെ തക്കാച്ചി. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ജപ്പാന്റെ ആദ്യത്തെ വുമൻ പ്രൈം മിനിസ്റ്റർ ആരാണ്? സനെ തക്കാച്ചിയാണ് ജപ്പാന്റെ ആദ്യത്തെ വുമൻ പ്രൈം മിനിസ്റ്റർ. ഇന്നലെയായിരുന്നു, അതായത് ജപ്പാനിലെ ഇപ്പോൾ ഇന്ത്യയിലെ പാർലമെന്റ് എന്ന് പറയുന്ന പോലെ തന്നെ ജപ്പാന്റെ നാഷണൽ ഡയറ്റ് ആണ് സനെ തക്കാച്ചിയെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇലക്ട് ചെയ്തിട്ടുള്ളത്. 21 ഒക്ടോബർ ഇന്നലെയായിരുന്നു നാഷണൽ ഡയറ്റ് സനെ തക്കാച്ചിയെ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ജപ്പാൻ ആയിട്ട് ഇലക്ട് ചെയ്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 4ാമത്തെ ഒരു പ്രൈം മിനിസ്റ്റർ ആണ് ജപ്പാനിൽ വന്നിട്ടുള്ളത്. വളരെയധികം പൊളിറ്റിക്കലായിട്ടും അല്ലാതെയും എക്കണോമിക്കലായിട്ടൊക്കെ വെല്ലുവിളി നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ജപ്പാന്റെ. ഈ ഒരു അവസരത്തിലാണ് ജപ്പാന്റെ ദ ഫസ്റ്റ് വുമൻ പ്രൈം മിനിസ്റ്റർ ആയിട്ട് സനെ തക്കാച്ചി ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളത്, പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ളത്. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലീഡർ ആണ് സനെ തക്കാച്ചി. ജപ്പാനിലെ അയൺ ലേഡി എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് സനെ തക്കാച്ചി. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മേജർ പ്രധാനപ്പെട്ട ഓപ്പോസിഷൻ പാർട്ടിയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ജപ്പാൻ, CDP എന്നറിയപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ജപ്പാൻ. സ്പോർട്സ് ആയി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. വെസ്റ്റാപ്പൻ സർജസ് ടു വിക്ടറി ഇൻ USGP. US ഗ്രാൻഡ് പ്രിയിൽ വെസ്റ്റാപ്പൻ വിജയത്തിലേക്ക് കുതിച്ചു. മാക്സ് വെസ്റ്റാപ്പന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിജയമാണ്. റെഡ്ബുൾ താരമായിട്ടുള്ള മാക്സ് വെസ്റ്റാപ്പൻ USGP US ഗ്രാൻഡ് പ്രി വിജയിച്ച കാര്യം. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫോർമുല 1 US ഗ്രാൻഡ് പ്രി 2025 വിജയിച്ച വ്യക്തിയാണ് മാക്സ് വെസ്റ്റാപ്പൻ. US ഗ്രാൻഡ് പ്രി ഫോർമുല 1 ആണ് മാക്സ് വെസ്റ്റാപ്പൻ വിജയിച്ചിട്ടുള്ളത്. തൊട്ടുപുറകെ വന്നിട്ടുള്ള 2 വ്യക്തികളാണ് മെക്ലാരൻസിന്റെ ലാൻഡൻ നോറിസും ഓസ്കാർ പിയാസ്ട്രിയും. 2021 മുതൽ 2024 വരെ 4 പ്രാവശ്യമാണ് വേൾഡ് ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പ് ഇത് കരസ്ഥമാക്കിയിട്ടുള്ളത്. റെഡ്ബുൾ താരമായിട്ടുള്ള വ്യക്തിയാണ് മാക്സ് വെസ്റ്റാപ്പൻ. ഇന്നിപ്പോൾ 4 പ്രാവശ്യം ചാമ്പ്യനായി 5ാമത്തെ പ്രാവശ്യം ചാമ്പ്യൻഷിപ്പിലേക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന, വേൾഡ് തന്നെ പറയുമ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണ് മാക്സ് വെസ്റ്റാപ്പൻ. ഫോർമുല 1 ഡ്രൈവേഴ്സ് എന്ന ആ ഒരു ചാമ്പ്യൻഷിപ്പിൽ തന്നെ പറയുമ്പോൾ മാക്സ് വെസ്റ്റാപ്പൻ 2 രാജ്യങ്ങളിലെ സിറ്റിസൺഷിപ്പ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. ഒന്ന് ബെൽജിയം, മറ്റൊന്ന് ഡച്ച്. ബെൽജിയം സ്വദേശിയാണ് മാക്സ് വെസ്റ്റാപ്പൻ, എന്നാൽ ഇപ്പോൾ ഡച്ച് സിറ്റിസൺഷിപ്പും മാക്സ് വെസ്റ്റാപ്പനുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന താരങ്ങളാണ് മാക്സ് വെസ്റ്റാപ്പൻ, മെക്ലാരന്റെ ലാൻഡൻ നോറിസ്, ഓസ്കാർ പിയാസ്ട്രി, ലൂയിസ് ഹാമിൽട്ടൺ എന്നിവരെല്ലാം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ലാസ്റ്റ് ഹെഡിങ്, മസാക്കോ നൊസാവ ബിക്കംസ് ഫസ്റ്റ് വോയിസ് ആക്ടർ ഹോണർഡ് ബൈ ജപ്പാൻ. ജപ്പാൻ ആദരിക്കുന്ന ആദ്യ ശബ്ദതാരമായി മസാക്കോ നൊസാവ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. മസാക്കോ നൊസാവോ ആദ്യമായിട്ട് ഒരു വോയിസ് ആക്ട്രസിന് ഒരു അവാർഡ് ലഭിക്കുന്ന ജപ്പാന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അവാർഡ് ആണ് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ദ ഫസ്റ്റ് വോയിസ് ആക്ട്രസ്, ജപ്പാന്റെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പേഴ്സൺ ഓഫ് കൾച്ചറൽ മെറിറ്റ് എന്ന അവാർഡ് ലഭിച്ചിട്ടുള്ള ദ ഫസ്റ്റ് പേഴ്സൺ ആണ് മസാക്കോ നൊസാവ. ഡ്രാഗൺ ബോൾ എന്ന സീരീസിലെ ഗോഗു എന്ന ക്യാരക്ടറിനെ വോയിസ് നൽകിയിട്ടുള്ള മസാക്കോ നൊസാവ വർഷങ്ങളായിട്ട് തന്നെ ഒരു വോയിസ് ആക്ട്രസ് ആണ്. പേഴ്സൺ ഓഫ് കൾച്ചറൽ മെറിറ്റ് അവാർഡ് ആണ് ലഭിച്ചിട്ടുള്ളത്. അതായത് ഒരു വർഷം 3.5 മില്യൺ yen ലഭിക്കുന്ന രീതിയിലുള്ള ഒരു അവാർഡ്. 3.5 മില്യൺ yen എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്ത്യൻ റുപ്പിയിൽ 20 ലക്ഷം രൂപയാണ് ഓരോ വർഷം ഇനി ലഭിക്കാൻ പോകുന്ന മസാക്കോ നൊസാവയ്ക്ക് പേഴ്സൺ ഓഫ് കൾച്ചറൽ മെറിറ്റ് അവാർഡ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1951 അത്രയും പഴക്കം ചെന്നിട്ടുള്ള, അതേപോലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡ് ആണ് പേഴ്സൺ ഓഫ് കൾച്ചറൽ മെറിറ്റ് അവാർഡ്. ആദ്യമായിട്ടാണ് ഒരു വോയിസ് ആക്ട്രസിന് ഇത്തരത്തിലുള്ള ഒരു അവാർഡ് ലഭിക്കുന്നത്. നമ്മൾ ഇന്ന് 6 ഹെഡിങ്സും അതുപോലെ തന്നെ 24 പോയിന്റ്സ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിരുന്നു ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.